ശാന്തിവിള ദിനേശന്റെ ഗുരുതര ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജോജു ജോർജ്. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജോജു ജോർജ് 16 മൊബൈൽ ഫോണുകൾ തല്ലിപ്പൊട്ടിച്ചുവെന്നും ജോജു അതീവ ദേഷ്യക്കാരനും സിനിമാ സെറ്റുകളിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയുമാണെന്നുമായിരുന്നു ശാന്തിവിള ദിനേശന്റെ ആരോപണം. ഈ ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും സിനിമാ സെറ്റുകളിലും എല്ലാം വ്യാപകമായി ചർച്ചയായതോടെയാണ് ജോജു ആദ്യമായി വിശദമായ മറുപടി നൽകിയത്. ശാന്തിവിളയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ജോജു ജോർജ് പറയുന്നു. ഇത് തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ജോജുവും ആരോപിച്ചു. 16 ഫോൺ തല്ലിപ്പൊട്ടിക്കാൻ ഞാൻ ആരാണ്? 16 ഫോൺ തല്ലിപ്പൊട്ടിക്കാൻ 16 ദിവസം വേണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാകും. എനിക്ക് ലഭിക്കുന്ന നല്ല പ്രോജക്റ്റുകൾ തടയാനും നിർമ്മാതാക്കളെയും സംവിധായകരെയും എന്നെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഞാൻ മോശം വ്യക്തിയാണ്, വലിയ പ്രശ്നക്കാരനാണ് എന്ന രീതിയിൽ ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതിനപ്പുറം ഇതിൽ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നാണ് ജോജു പറഞ്ഞത്. സിനിമാ മേഖലയിലെ തന്റെ വളരെ കാലത്തെ പ്രവർത്തനമാണ് ഇത്തരം ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതെന്നും ജോജു പറയുന്നുണ്ട്. ഞാൻ 31 വർഷമായി സിനിമാ രംഗത്തുണ്ട്. ഏകദേശം 150 സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 11ഓളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷത്തിനിടെ 100 കണക്കിന് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, ഞാൻ തന്നെയാണ് എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ജോലിയോടുള്ള സമീപനത്തെക്കുറിച്ചും പറയേണ്ടത് എന്നും ജോജു പറയുന്നുണ്ട്. പ്രമുഖ സംവിധായകൻ ജോഷിയുമായുള്ള ബന്ധവും ജോജു തന്റെ വാദത്തിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ജോഷി സാറിനൊപ്പം 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ശരിക്കും ഇത്ര വലിയ പ്രശ്നക്കാരനായിരുന്നുവെങ്കിൽ അദ്ദേഹം വീണ്ടും എന്നെ നായകനാക്കി സിനിമ ചെയ്യുമായിരുന്നോ? മുമ്പ് ജോലി ചെയ്ത നിരവധി സംവിധായകർ വീണ്ടും വീണ്ടും എന്നെ അവരുടെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. അതാണ് എൻ്റെ പെരുമാറ്റത്തിൻ്റെയും പ്രൊഫഷണലിസത്തിൻ്റെയും ഏറ്റവും വലിയ എന്നും ജോജു വ്യക്തമാക്കി. തൻ്റെ കരിയർ മുഴുവൻ ആത്മാർത്ഥമായി ജോലി ചെയ്താണ് മുന്നോട്ട് പോയതെന്നും ഒരിക്കലും PR പ്രവർത്തനങ്ങളോ വിവാദങ്ങളോ ഉപയോഗിച്ച് ശ്രദ്ധ നേടാൻ ശ്രമിച്ചിട്ടില്ലെന്നും ജോജു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ആളാണ്. സിനിമയാണ് എൻ്റെ ജീവിതം. വാർത്തകളിൽ നിറയാനോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാനോ വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ സിനിമകളും എൻ്റെ പ്രകടനങ്ങളും എനിക്ക് പ്രേക്ഷകരുടെ അംഗീകാരം നേടിത്തന്നു. ആ പിന്തുണയുടെ ബലത്തിലാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത് എന്നും ജോജു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി ആക്രമിക്കാനോ വിവാദം സൃഷ്ടിക്കാനോ വേണ്ടിയല്ല തൻ്റെ പ്രതികരണമെന്നും ജോജു കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കാനോ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനോ അല്ല ഈ ശ്രമം. പക്ഷേ എൻ്റെ പേരിനെയും എൻ്റെ കരിയറിനെയും ബാധിക്കുന്ന രീതിയിൽ തുടർച്ചയായി ആരോപണങ്ങൾ ഉയരുന്നത് മിണ്ടാതിരിക്കാൻ കഴിയില്ല. എൻ്റെ ഗതികേടാണ് ഇപ്പോൾ ഇതെല്ലാം തുറന്നു പറയേണ്ടി വന്നത് എന്നും ജോജു പറയുന്നുണ്ട്. അതേസമയം ശാന്തിവിള ദിനേശന്റെ ആരോപണങ്ങൾക്കും ജോജു ജോർജിന്റെ വിശദീകരണത്തിനും പിന്നാലെ സിനിമാ മേഖലയിലും സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ജോജുവിന്റെ പ്രതികരണത്തിന് ശാന്തിവിള ദിനേശൻ മറുപടി നൽകുമോ എന്നും ഈ വിവാദം കൂടുതൽ ശക്തമാകുമോ എന്നുമാണ് ഇനി അറിയേണ്ടത്. ജോജുവിന്റെ പ്രതികരണത്തിന് ശാന്തിവിള ദിനേശൻ ഇതുവരെ മറുപടിയുമായി എത്തിയിട്ടില്ല. ഇരുവരുടെയും പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങൾക്കിടെ ആരോപണങ്ങൾ സംബന്ധിച്ച് സ്വതന്ത്രമായ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. അതിനാൽ ഈ വിവാദത്തിന് ഇനി ശാന്തിവിളയുടെ വിശദീകരണമോ മറ്റ് തെളിവുകളോ പുറത്തു വരുമോ എന്നാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്നത്.